Hello dear students, in this video we'll be discussing about insider trading and also about what is a rating agency, what is a credit rating agency, which all are the top rating agencies in India and in the world. So moving on to this video, insider trading, any idea what insider trading is? It's related with stock market. Any wild guesses? Yes. As rightly pointed out, insider trading is a buying or selling of a publicly traded company's stock by someone who has non-public material information about that stock. അപ്പോൾ അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുക. എന്തിൻ്റെ ബേസിസിൽ? ഓൺ ദ ബേസിസ് ഓഫ് എൻ ഇൻഫർമേഷൻ വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ മെയ്ഡ് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിലല്ല, ആ കമ്പനിയുടെ തന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിൽ, വിച്ച് ഈസ് നോട്ട് എ പബ്ലിക് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഈ കമ്പനീസിൻ്റെ ഷെയർസ് വിൽക്കോ വാങ്ങോ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ ഈസ് any information that could substantially impact an investor's decision to buy or sell the security that has not been made available to the public. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു ഇൻവെസ്റ്റർ ഈ ഇൻഫർമേഷൻ അറിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ വിച്ച് ഇസ് നോട്ട് യെറ്റ് ബീൻ മെയ്ഡ് പബ്ലിക്. ഇതിപ്പോൾ പുറത്തറിയില്ല. സേ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി പാപ്പരാവാൻ പോവാണ്, ഇൻസോൾവെൻ്റ് ആവാൻ പോവാണ്. ബട്ട് ദാറ്റ് ഇൻഫർമേഷൻ ഇസ് നോട്ട് യെറ്റ് മെയ്ഡ് പബ്ലിക്. അത് പബ്ലിക് ആവാനുള്ള അതിനൊരു സാധ്യതയാണ് കാണുന്നത്. അത് ശരിക്കും അങ്ങനെ ഇൻസോൾവെൻ്റ് ആയിട്ടില്ല. പിന്നെ നോ വൺ ഹാസ് ഡിക്ലെയർഡ് ദറ്റ് കമ്പനി ടു ബി ഇൻസോൾവെൻറ്റ്, ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ഇപ്പോൾ നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡൊക്കെ പ്രകാരം ഈ കമ്പനി ഇൻസോൾവൻ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നിരിക്കുക. പക്ഷേ ഇറ്റ്സ് നോട്ട് ബീൻ ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ് ഓർ ദാറ്റ് ഇൻഫർമേഷൻ ഇസ് നോട്ട് മെയ്ഡ് പബ്ലിക്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ, ആ കമ്പനീൻ്റെ ഉള്ളിലുള്ളൊരു ആളിൽ നിന്നും ഒരു ഇൻവെസ്റ്റർ ഇത് മനസ്സിലാക്കി അതിൻ്റെ ബേസിസിൽ അയാൾ ആ ഷെയർസൊക്കെ സെൽ ഓഫ് ചെയ്യാണ്. അങ്ങനെ സെൽ ഓഫ് ചെയ്ത് അയാൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇനി ഈ കമ്പനി പാപ്പരാവാൻ പോവാണ്, അപ്പോൾ അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷനെയാണ് നമ്മളെന്ത് പറയുക, മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദിസ് ഫോം ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് is illegal and comes with stern penalties including both potential fines and jail time. ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാവുന്ന ഒരു ക്രൈം ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഇൻസൈഡർ ട്രേഡിങ്ങിനെ കാണാറ്. ദെൻ ഇൻസൈഡർ ട്രേഡിംഗ് ക്യാൻ ബി ലീഗൽ ആസ് ലോങ് ആസ് ഇറ്റ് കൺഫോംസ് ടു ദ റൂൾസ് സെറ്റ് ഫോർത്ത് ബൈ ദ SEC. SEC പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ്. അവരുടെ നിയമപ്രകാരം, അവരിട്ടിരിക്കുന്ന റൂൾസ് പ്രകാരം ലീഗലാണെങ്കിൽ then it's okay. സേ ഫോർ എക്സാമ്പിൾ, കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് തന്നെ ആ കമ്പനീൻ്റെ ഷെയർസ് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ബിക്കോസ് ഡയറക്ടേഴ്സ് മൈറ്റ് ബി നോയിങ് അബൌട്ട് ദ കണ്ടീഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ആ അറിവിൻ്റെ പുറത്താണ് അവർ വിൽക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. ആൻഡ് അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതൊന്നും എന്തല്ല, ഒരു സീക്രട്ട് ഇൻഫർമേഷൻ അല്ല. ദേ ആർ ഡൂയിങ് ഇറ്റ് പബ്ലിക്ലി. അങ്ങനെയൊക്കെ വരുന്നത് അത് ലീഗലാണ്, ഇല്ലീഗലല്ല. അത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ആസ് പെർ ദ റൂൾസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ജനറലി ഇറ്റ് ഈസ് ഇല്ലീഗൽ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡൺ ആസ് പെർ ദ റൂൾസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ദെൻ ഇറ്റ് ബിക്കംസ് ലീഗൽ. അത് റെയർ സർക്കംസ്റ്റൻസസിലാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. Then an individual who has access to information, insider information, would have an unfair edge. എന്തുകൊണ്ടാണ് ഇത് ഇല്ലീഗലാണെന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു ഇൻഡിവിജ്വലിനെ ഇഫ് ഹി ഹാസ് ആക്സസ് ടു ഇൻസൈഡർ ഇൻഫർമേഷൻ വുഡ് ഹാവ് എൻ അൺഫെയർ എഡ്ജ് ഓവർ അതർ ഇൻവെസ്റ്റേഴ്സ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം ദിസ് പേഴ്സൺ മൈറ്റ് ബി ഹാവിങ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്, അല്ലെ, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അൺഫെയർ എഡ്ജ് ഓവർ ദ അതർ ഇൻവെസ്റ്റേഴ്സ് ഹു ഡു നോട്ട് ഹാവ് ദ സെയിം access and could potentially make larger unfair profits than their fellow investors. അതുകൊണ്ടാണ് ഇത് ഇല്ലീഗലാണ് എന്ന് പറയുന്നത്. Then illegal insider trading includes
ടിപ്പിംഗ് അതേഴ്സ് വെൻ യു ഹാവ് എനി സോർട്ട് ഓഫ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ. മറ്റുള്ളവർക്ക് ടിപ്സ് കൊടുക്കുക, അതായത് എങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ, അങ്ങനെ ടിപ്സ് കൊടുക്കുന്നത് ഒക്കെ ഇല്ലീഗലാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. And legal insider trading happens when directors of the company purchase or sell shares but they disclose the transaction legally. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. SEC റൂൾസ് പ്രകാരമാണ് അവർ ചെയ്യുന്നതെങ്കിൽ then it is okay, then it becomes legal, then it's not illegal. ഇല്ലീഗൽ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഉള്ളിലുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിട്ട്, സേ ഐ എം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ ഐ എം അമംഗ് ദ ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ഐ നോ ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ കമ്പനി. then I give tips to an investor who is my friend regarding, yes, you can do this, do that and all. So അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് ഐ എം ജസ്റ്റ് ഹെൽപ്പിംഗ് ദാറ്റ് ഇൻവെസ്റ്റർ to have an unfair profit which the other investors are not getting. അങ്ങനെ വരുമ്പോഴാണ് അത് ഇല്ലീഗലായിട്ട് മാറുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ അടുത്ത അതിനൊരു റിയൽ ടൈം എക്സാമ്പിൾ പറഞ്ഞുതരാം. ആമസോൺ ഇൻസൈഡർ ട്രേഡിംഗ് കേസ് ഉണ്ടായിട്ടുണ്ട്. In September 2017, former Amazon.com Incorporation, that is financial analyst Brett Kennedy, was charged with insider trading. ഈ ചങ്ങാതിനെ ബ്രെഡ് കെനഡി വാസ് ചാർജ് വിത്ത് ഇൻസൈഡർ ട്രേഡിംഗ്. ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയാം? അയാളുടെ ഒരു ഫ്രണ്ട്, പണ്ടത്തെ ഒരു അലൂമിനായി. Authorities said Kennedy gave fellow in University of Washington alumni Mazir Rezakhani information on Amazon's 2015 first quarter earnings before the release. അപ്പോൾ ശരിക്കും കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ പബ്ലിക് ഡോക്യുമെൻ്റ് ആവുമ്പം ഈച്ച് ഇൻവെസ്റ്റർ വിൽ ബി ഹാവിങ് ഈക്വൽ ആക്സസ് ടു ദാറ്റ് ഇൻഫർമേഷൻ. ആ പബ്ലിക്കലി അവൈലബിൾ ആവുന്നതിൻ്റെ മുമ്പേ ഫസ്റ്റ് ക്വാർട്ടർ പ്രോഫിറ്റ് ഇത്ര ഉണ്ട് കേട്ടോ എന്ന് അയാളുടെ ഫ്രണ്ടിന് അയാൾ ഇൻഫർമേഷൻ കൊടുത്തതാണ് ദറ്റ് മെയ്ഡ് ബ്രെഡ് കെനഡി became illegal and Brett Kennedy was punished. അപ്പോൾ ഇങ്ങനൊരു കേസ് ഉണ്ട്. ദെൻ റസ്കാനി പെയ്ഡ്, അതിന് വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന് ഈ റസാഖാനി പറയുന്ന ആൾ ദേ പെയ്ഡ് കെനഡി $10,000 ഫോർ ദ ഇൻഫർമേഷൻ. And in a related case, the SEC, Securities Exchange Commission, said Razakani made how much it is? $1,15,997 profit trading Amazon shares based on the tip from Kennedy. കെനഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ടിപ്പിൻ്റെ ബേസിസിൽ ആമസോണിൻ്റെ ഷെയർസ് ട്രേഡ് ചെയ്തപ്പോൾ he got this much profit. അപ്പോൾ അത് then that is a case of insider trading because Kennedy is a person who is inside the organization and he is having information which is not yet made public. അപ്പം നാളെ പബ്ലിക് ആക്കാനുള്ളതാണ്. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ഞാനത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലെറ്റ് ദം നോ വെൻ ഇറ്റ് ഇസ് മെയ്ഡ് പബ്ലിക്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് റേറ്റിംഗ് ഏജൻസീസിലേക്കാണ്. റേറ്റിംഗ് ഏജൻസീസ് നത്തിങ് ബട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി or also known as rating service companies is a company that assigns credit rating which rate a debtor's ability to pay back debt by making timely principal and interest payments and the likelihood of default. അപ്പോൾ ഇതൊരു ചില കമ്പനീസാണ്, റേറ്റിംഗ് ഏജൻസീസ് പറഞ്ഞ കമ്പനീസാണ്. അവരുടെ ജോലി എന്താണ്? ദ അസൈൻ ക്രെഡിറ്റ് റേറ്റിംഗ്സ്. എന്തിൻ്റെ ബേസിസിലാണ്? ഈ ഒരാൾ നമ്മളടുത്തു നിന്ന് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കടം കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി വിച്ച് ടേക്സ് ലോൺ, അപ്പോൾ അവർ ഈ സാധനം തിരിച്ചടയ്ക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ കമ്പനീനെ റേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ്, അപ്പോൾ അവർ ഡിബെഞ്ചേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്നു, ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ ബോണ്ടിൽ നിന്നൊക്കെ അവർക്ക് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ഒക്കെ കിട്ടിയാലല്ലേ ഇൻവെസ്റ്റർക്ക് അതിനകത്ത് ഗുണമുള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിട്ട് കമ്പനീസിനെയൊക്കെ റേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് റേറ്റിംഗ് ഏജൻസീസ്. ദ റേറ്റിംഗ് അസൈൻ ടു എ ഗിവൺ ഡെപ്റ്റ് shows an agency's level of confidence that the borrower will honor its debt obligation as agreed. അപ്പോൾ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾ ദ കമ്പനി വിൽ ബിക്കം ദ ബോറോവർ. ആ ബോറോവർ നിങ്ങളുടെ ഡെപ്റ്റിനെ ഹോണർ ചെയ്യും, യു ക്യാൻ കോൺഫിഡൻ്റ്ലി ഗിവ് ദാറ്റ് മണി എന്ന് പറയുന്നതാണ് ഈ റേറ്റിംഗ് ഏജൻസീസിൻ്റെ റേറ്റിംഗ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. Okay, all credit rating agencies in India are regulated by SEBI. SEBI ആണ്
SEBI Regulations 1999 of the Securities and Board of India Act 1992. 1992 SEBI Act പ്രകാരം ഉള്ള റെഗുലേഷൻസ് 99 വന്നിട്ടുള്ള റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ എ ടോട്ടൽ ഓഫ് 7 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യ. മേജർ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് 7 ഇന്ത്യയിലുള്ളത്. One is CRISIL, that is Credit Rating Information Service of India Limited. Then we have ICRA, ICRA, which stands for Investment Information Credit Rating Agency. Then we have CARE, that is Credit Analysis and Research Limited. Then there is MERA, that is Small and Medium Enterprise Rating Agency. Then we have Brickwork Rating and India Rating and Research Private Limited and Infomeric Valuation and Rating Private Limited. അപ്പോൾ ഇതാണ് ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. Then in the world, when it comes to the world, the credit rating industry in the world is dominated by 3 big agencies ആണ് വേൾഡിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്, which controls 95% of the rating business. അതിൽ 3 ടോപ്പ് ഫേംസ് എന്ന് പറയുന്നത് മൂഡീസ് ഇൻവെസ്റ്റർ സർവീസസ്, ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, S&P എന്ന് പറയുന്നത്, ആൻഡ് ഫിച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് മൂഡീസ് ഇൻവെസ്റ്റർ സർവീസസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ആൻഡ് ഫിച്ച് ഗ്രൂപ്പ്. ഇവരാണ് വേൾഡിലുള്ള 95% റേറ്റിംഗ് ബിസിനസ്സും ഡീൽ ചെയ്യുന്ന മേജർ 3 കമ്പനീസ് എന്ന് പറയുന്നത് ഇവരാണ്. അതിൽ മോഡി ആൻഡ് SAP is located in US and they dominate 80% of the international market. ഈ ഫിച്ച് എന്ന് പറയുന്നത് they are in United States as well as London and controls approximately 15% of the global market. ഇത്രയാണ് നമുക്ക് റേറ്റിംഗ് ഏജൻസീസിനെ കുറിച്ചും ദെൻ അബൌട്ട് നമ്മുടെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഇ ഗവർണൻസ് ആൻഡ് ഗ്രീൻ ഗവർണൻസ്. ഓക്കെ, so hope you understood it. If you have any doubts, please do clarify.